എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഫെബ്രുവരി മാസം 25-ാം തീയതി മുതൽ ക്ഷേമ പെൻഷന്റെ വിതരണം ആരംഭിക്കുകയാണ്. ക്ഷേമ പെൻഷൻ വിതരണത്തിന് ആവശ്യമായിട്ടുള്ള 1050 കോടി രൂപയോളമാണ് ഇപ്പോൾ ധനകാര്യ വകുപ്പ് അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇത് വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 25-ാം തീയതി മുതൽ തുക ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അന്ന് തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കും സഹകരണ ബാങ്കുകളിലേക്ക് തുക എത്തിച്ചേരുന്നതാണ്. അപ്പോൾ രണ്ട് രീതിയിലുള്ള പെൻഷൻ വിതരണവും 25-ാം തീയതി തന്നെ ആരംഭിക്കുകയാണ്. എല്ലാ മാസങ്ങളുടെ ഏറ്റവും ഒടുവിലാണ് വിതരണം ആരംഭിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. 25-ാം തീയതി മുതലായിരിക്കും പെൻഷൻ വിതരണം ആരംഭിക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാത്തരം സാമൂഹിക സുരക്ഷാ പെൻഷനും വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ, കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം, അതോടൊപ്പം തന്നെ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന സഹായങ്ങൾ, അങ്ങനെയുള്ള പല പദ്ധതികളുടെ ആനുകൂല്യം എല്ലാം തന്നെ 25-ാം തീയതി മുതൽ ക്രെഡിറ്റ് ആകുന്നതാണ്. ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും 2000 രൂപ എല്ലാം തന്നെ 25-ാം തീയതി തന്നെ തുടങ്ങുന്നതാണ്. 25 മുതൽ അങ്ങോട്ട് ഒരാഴ്ച കാലത്തേക്കാണ് വിതരണമുള്ളത്. കാരണം ഈ കൈകളിലേക്കൊക്കെ തന്നെ തുക സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പല മേഖലകളിൽ ഉള്ളവരാണ്. സഹകരണ ബാങ്കുകളിൽ നിന്നും ജീവനക്കാർ ഇവരുടെ വീടുകളിലേക്ക് കൃത്യമായിട്ട് എത്തിച്ചേർന്ന് ചിലപ്പോൾ അപ്പോൾ സമയം നേരിടുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് വിതരണത്തിന് വേണ്ടി ഒരാഴ്ചയ്ക്ക് സമയം അനുവദിച്ചിരിക്കുന്നത്. ഇനി ഇത് മാത്രമല്ല, ചില ബാങ്കുകളുടെ തുക ട്രാൻസ്ഫർ ചെയ്യുവാൻ നോക്കുമ്പോഴേയും പരാജയപ്പെടുന്ന സാഹചര്യമുണ്ട്. അതായത് എല്ലാവർക്കും തുക ലഭിക്കുന്ന അതേ ദിവസം ചിലർക്ക് ലഭിക്കണമെന്നില്ല, അല്പം വൈകിയാണ് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഒരാഴ്ചയോളം സമയം ഈ ഒരു പെൻഷൻ വിതരണത്തിന് വേണ്ടി സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി സ്ത്രീകളെ സംബന്ധിച്ച് വിധവാ പെൻഷൻ, അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന പെൻഷൻ വാങ്ങുന്നവരുണ്ട്. നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അതിനുള്ള സമയപരിധി മാർച്ച് മാസം വരെയുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.